Namaste viewers, welcome back to my new video. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് സ്കാൽപ്പിംഗ് ട്രേഡിംഗ് ഓപ്ഷനിൽ സ്കാൽപ്പിംഗ് ട്രേഡിംഗ് നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ആക്ച്വലി ഇതൊരു പ്രഡിക്ഷനോ കാര്യങ്ങളൊന്നും അല്ല, ടെക്നിക്കൽ അനലൈസ് ആണ്. അപ്പോൾ നമുക്കൊരു 80 to 90% ഇതിനകത്ത് കൺഫേം ആക്യുറസി ഉള്ള ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. ഇതിനകത്ത് നമുക്ക് സ്കാൽപ്പിംഗ് ആണെങ്കിൽ സ്കാൽപ്പിംഗ്, ഇൻട്രാഡേ ആണെങ്കിൽ ഇൻട്രാഡേ, അതനുസരിച്ച് നമുക്ക് ഇതിനെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് സോഫ്റ്റ്വെയർ സിഗ്നൽസ് ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചു തന്നോളും. സിഗ്നൽ വരുമ്പോൾ അത് ട്രേഡ് കൺഫേം ആണെങ്കിൽ മാത്രം നമ്മൾ എടുക്കുക. അപ്പോൾ ഇത് കാണിക്കുന്ന ലൈവ് മാർക്കറ്റിൻ്റെ ഒരു ഡെമോ കാണാൻ, ഇതിൻ്റെ സ്ട്രാറ്റജി എങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. കോൾ ഓർ വാട്സ്ആപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ ഓപ്പൺ ചെയ്യുന്ന നിഫ്റ്റി കോൾ ഓപ്ഷനാണ്. 24,000 ഇത് നമുക്ക് ഇന്ന് എക്സ്പയറിംഗ് കൂടിയാണ്. 14th ഓഗസ്റ്റിലെ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ മാർക്കറ്റ് റേറ്റ് 24,000 കോൾ ഓപ്ഷൻ 166 ഇപ്പോൾ മാർക്കറ്റ് റേറ്റ് ഇരിക്കുന്നത്. ഇപ്പോൾ ടൈം നോക്കുകയാണെങ്കിൽ ഒരു മണിയായി. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇതിനകത്തൊരു 12:45 എനിക്കൊരു ബൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ആരോ വന്ന ശേഷം ഇത് കൺഫേം ആണെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കുക. കൺഫർമേഷൻ എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഏത് സ്ട്രൈക്ക് ആണെങ്കിലും അതിനകത്ത് ഇതുപോലെ ആരോ കാണിക്കണം. നമ്മൾ ഓപ്ഷൻ ബയർ ആണെങ്കിൽ നമുക്ക് അവിടെ ബൈ സിഗ്നലേ കാണിക്കാവുള്ളൂ. ബൈ കാണിച്ച ശേഷം അത് കൺഫേം ആയിരിക്കണം. കൺഫേം എന്ന് വെച്ചാൽ ആരോ വന്ന ശേഷം താഴത്തെ ബാർ ഗ്രീൻ ആൻഡ് പ്രൈസ് ഇവിടെ ബൈ സോൺ എഴുതി കാണിക്കുക. അതായത് നമ്മൾ ഏത് സ്ട്രൈക്ക് എടുക്കാം അത് നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ച് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. ഇൻ ദ മണിയോ ഔട്ട് ദ മണിയോ ഔട്ട് ഓഫ് ദ മണിയോ. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഇതുപോലെ ഓപ്ഷൻ്റെ സെപ്പറേറ്റ് ചാർട്ടും കൂടെ അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ എടുക്കുന്ന സ്ട്രൈക്ക് ചാർട്ടിനകത്ത് ഇതുപോലെ ബൈ ആരോ ഉണ്ടോ എന്ന് നോക്കുക. അതവിടെ കൺഫേം ആയിരിക്കണം. കൺഫേം താഴത്തെ ബാർ ഗ്രീൻ ആൻഡ് പ്രൈസ് ബൈ സോൺ ആണെങ്കിൽ അത് കൺഫേം നടത്താം. നിങ്ങൾക്ക് ട്രേഡ് നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ തന്നെ എടുക്കണം. കാരണം ഇതൊരു സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ മാത്രമാണ്. വിൻട്രേഡ് ഒരു സപ്പോർട്ടിംഗ് ട്രേഡിംഗിലും നിങ്ങളെ സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയറാണ്. ട്രേഡ് എല്ലാം മാനുവലി നിങ്ങളുടെ ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ എടുക്കണം. 153.15 നമുക്ക് 12:45 ശേഷം ബൈ വന്ന് അതിൻ്റെ എക്സിറ്റ് ലെവൽ 160, 166, 173 3 ടാർഗറ്റ് സോഫ്റ്റ്വെയർ കാണിച്ചു തരും. ഇത് ആക്ച്വലി നമുക്കിത് ഹൈ പോയിരിക്കുന്നത് വെച്ചാൽ നല്ല രീതിയിൽ മാർക്കറ്റ് കയറിയിട്ടുണ്ടായിരുന്നേ. കയറിയ ശേഷം ചെറുതായിട്ടൊന്നിപ്പോൾ മാർക്കറ്റ് റിവേഴ്സിലോട്ട് പോകുവാണ്. ഇനിയും കയറാൻ ചാൻസ് തന്നെയാണ്. കാരണം താഴെ പ്രൈസ് ഓൺ ബാറിൻ്റെ കളറും ഒക്കെ കൺഫേം ആണ്. അതായത് ഇനി ഈ റെഡ് സ്റ്റാർ റെസിസ്റ്റ് ചെയ്യുന്ന റെസിസ്റ്റിനെ ബ്രേക്ക് ആണെങ്കിൽ അവിടെ നിന്ന് മാർക്കറ്റ് കയറി പോകും. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രേഡ് നമുക്ക് പ്രോഫിറ്റ് വന്നിട്ട് അപ്പം 100% അല്ല, 100% നമുക്ക് ഒരു സ്ട്രാറ്റജി പറയാൻ പറ്റില്ല. ഒരു 80 to 90% കൺഫേം ആക്രോസ് ചെയ്യുന്ന ട്രേഡിംഗ് സ്ട്രാറ്റജി. അതായത് മന്ത്ലി നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റിട്ടേൺ കിട്ടിയിരിക്കും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ലൈവിലായിട്ട് പെർഫോമൻസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ ദെൻ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ നമ്പറിലോട്ട്. Thanks for watching my video.